പ്രസാദ്, അല്പസമയങ്ങൾക്ക് മുമ്പ് പി ജയരാജൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. കേട്ടിട്ടില്ലെങ്കിൽ ഞാനത് ആവർത്തിക്കാം. എപ്പോഴാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇനി BJP-യിലേക്ക് പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഇത് BJP-യും കോൺഗ്രസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇവരെല്ലാം പറഞ്ഞ വാക്കുകൾ പ്രസാദിന് നല്ല ഓർമ്മയുണ്ടായിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഈ കള്ളപ്പണവും മറ്റു പരിപാടികളൊന്നും ഇഷ്ടപ്പെടില്ല. CPM-ൽ ചേരാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ള നിലപാടായിരുന്നു. എന്തായാലും CPM-ൽ ചേരുന്നില്ല, പകരം കോൺഗ്രസിൽ ചേരാനാണ് സന്ദീപ് വാര്യർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പൊടിക്ക് പറഞ്ഞാൽ അത്യാവശ്യം പ്ലാൻ ചെയ്തൊരു പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് പ്രവേശനവും BJP-യിൽ നിന്നുള്ള പിന്നോട്ടുള്ള ഇറക്കവും. തീർച്ചയായും ലാൽകൃഷ്ണ, കാരണം ഇത് വളരെ അതീവ രഹസ്യമായി ഈ നീക്കം നടത്തുകയും അത് അതിൻ്റെ ക്ലൈമാക്സിൽ മാത്രം പുറത്തു വരികയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം കോൺഗ്രസിനൊപ്പം തന്നെ CPM-ഉം സമാനമായ നീക്കം നടത്തിയിരുന്നു, സന്ദീപ് വാര്യരുമായും ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ CPM-ൻ്റെ ആശങ്കയിൽപ്പെടുത്തിയിരുന്നത് സന്ദീപ് വാര്യർ ഈ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് CPM-ലേക്ക് വരുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ അതിൽ ഗുണം ചെയ്യുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കങ്ങൾ പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം അത് സജീവമാക്കി നിലനിർത്താം എന്ന ചിന്തയിലേക്ക് CPM-ൽ മുന്നോട്ട് പോയത്. പക്ഷേ കോൺഗ്രസ് അവിടെ കയറി ഗോളടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് അതിനകത്ത് സജീവമായി ഇടപെടുകയും സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ നീക്കം വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ലാൽകൃഷ്ണ പറഞ്ഞതുപോലെ, സന്ദീപ് വാര്യർ താൻ എടുത്ത രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി BJP-യുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എടുത്ത നിലപാടുകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വാഭാവികമായും ഇനി CPM അത് ചർച്ചയിലേക്ക് കൊണ്ടുവരും. പക്ഷേ അവിടെ അവരെ കുരുക്കിലാക്കുന്നത് നേരത്തെ ലാൽകൃഷ്ണ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം AK ബാലനെല്ലാം പറഞ്ഞത് വളരെ മാന്യനായ വ്യക്തി എന്നുള്ള രീതിയിലാണ്. സന്ദീപ് വാര്യരെ എത്രത്തോളം പുകഴ്ത്താൻ പറ്റുമോ അത്രത്തോളം പുകഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമായി മാറിയിരുന്നത് സന്ദീപ് വാര്യർ CPM-ലേക്ക് തന്നെ വരും എന്നത് കണ്ടുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു കണക്കുകൂട്ടലായിരുന്നു CPM, AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ സന്ദീപ് വാര്യരെ പുകഴ്ത്തിയത്. CPM-ലേക്ക് ഒരു വഴിയൊരുക്കി കൊടുക്കുക, CPM സന്ദീപ് വാര്യരെ കുറിച്ചുള്ള ആളുകളുടെ ഇടയിലുള്ള ഒരു ഇമേജ്, ഒരു നെഗറ്റീവ് ഇമേജ് അത് മാറ്റിയെടുക്കുക എന്നതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ അത്തരം പരാമർശങ്ങൾ. അതുകൊണ്ടുകൂടിയാണ് വലിയ വിമർശനമുണ്ടായിട്ട് പോലും അയാളൊരു വ്യക്തിത്വമുള്ള ആളാണ്, വളരെ മാന്യനായ ഒരാളാണ് എന്നുള്ള പരാമർശങ്ങളെല്ലാം CPM, പ്രത്യേകിച്ച് AK ബാലൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പരാമർശങ്ങളെല്ലാം നടത്തിയിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ഇതെല്ലാം സന്ദീപ് വാര്യരുടെ ഈ വരവിനെക്കുറിച്ച് എങ്ങനെയാണ് അവർ പറയുന്നത്, അതിനെ ഏത് രീതിയിലാണ് കാണുന്നത് എല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടിരിക്കണം. എന്തായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തി LDF ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ UDF ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. BJP-ക്കും അതിനകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു BJP-യുടെ ഒരു ഇവിടുത്തെ നേതാവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇത് BJP-ക്ക് ഒരു തരത്തിൽ ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ, അതായത് BJP പ്രവർത്തകർ ഒന്നടങ്കം ഒരു വലിയ വാശിയോടുകൂടി എന്നാൽ പിന്നെ നമുക്ക് അതായത് അവിടുത്തെ ഭിന്നതകളെല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് നിന്നേക്കാം എന്ന രീതിയിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇല്ല, ഇതിന് രണ്ട് രീതിയിൽ ഇതിന് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം സന്ദീപ് വാര്യർ ആവർത്തിച്ച് ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ പോലും അതിനെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു നിലപാടാണ് BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുള്ളൊരു സമീപനം അങ്ങനെയാണ്. പോണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു നിലപാടിലേക്ക് ഈ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ തൻ്റെ ഒരു ഭിന്നത തുറന്നു പറയുന്ന ഘട്ടത്തിലെങ്കിലും, വിയോജിപ്പ് തുറന്നു പറയുന്ന ഘട്ടത്തിലെങ്കിലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്താൻ, എന്തെല്ലാം ഭിന്നതകളുണ്ടെങ്കിലും അത് പാർട്ടിയിൽ നിലനിർത്താൻ ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു നേതൃത്വത്തിനെ മുന്നോട്ട് നയിക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ട ആളുകൾ ചെയ്യേണ്ട ഒരു മിനിമം മര്യാദയാണ് എന്നുള്ളത് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രശ്നം വഷളാക്കി അത് കോൺഗ്രസ് ക്യാമ്പിലേക്ക്, കോൺഗ്രസിലല്ലെങ്കിൽ LDF ക്യാമ്പിലേക്കായിരിക്കും ഒരുപക്ഷെ സന്ദീപ് വാര്യർ പോകുക. എന്തായാലും കോൺഗ്രസ് ക്യാമ്പിൽ സന്ദീപ് വാര്യർ എത്തി. അപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുരേന്ദ്രന് തന്നെയാണ് എന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ മറുപക്ഷത്തുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. അത് BJP-ക്കകത്ത് വലിയ തോതിലുള്ള എതിർപ്പും ഭിന്നതയ്ക്കും കാരണമാകുമെന്നുള്ളതാണ്. അതായത് അവർ ഒന്നിക്കുന്നതിന് പകരം അത് കൂടുതൽ ഭിന്നതയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഒരു വലിയ നീക്കം UDF നടത്തിയിരിക്കുന്നു, അവസാന നിമിഷം ഒരു വലിയ നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് സുരേന്ദ്രൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട
പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഒരു ആരോപണമാണ്. അതേ ആരോപണം തിരിച്ചറിയുന്നുണ്ട് സന്ദീപ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്നതിനെക്കുറിച്ചുള്ള ഉത്തരം പറയേണ്ട ബാധ്യത കെ സുരേന്ദ്രനാണ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് കുത്തിയ കത്തി തിരിച്ചൂരി കുത്തുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു പരിപാടി കൂടിയാണ് സന്ദീപ് അവസാനം ചെയ്തിട്ട് പോയത്. തീർച്ചയായും അത്തരം ആരോപണങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലവിൽ ഉയർന്നിട്ടുള്ള പല ദുരൂഹതകളും സംശയങ്ങളും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. ആ കേസ് ഇപ്പോൾ സജീവമായി ചിത്രത്തിലില്ല. അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-യിലേക്ക് വന്ന പണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ. അപ്പോൾ ഈ രണ്ടും CPM-ഉം BJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആരോപണം. സതീശനെല്ലാം തന്നെ ആരോപിക്കുന്നത് BJP CPM ഡീൽ എന്നുള്ളതാണ്. ആ ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഏറ്റവും നടത്താൻ പറ്റിയത് ഈ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ ആരോപണങ്ങൾക്ക് CPM BJP മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം രണ്ട് ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് സന്ദീപ് വാര്യർക്ക് അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെളിപ്പെടുത്തലുകളായി പുറത്തു വരും. അത് വരും മണിക്കൂറുകൾ, ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ പ്രചരണത്തിന് എന്നുള്ളതാണ്. ഇനി 4ാമത്തെ ദിവസം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. അപ്പോൾ ഈ 4 ദിവസത്തിനകം പറയേണ്ട കാര്യങ്ങളെല്ലാം സന്ദീപ് വാര്യർക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതിനുകൊണ്ട് തന്നെ മറുപടി പറയേണ്ടതും ഈ 4 ദിവസം മാത്രമേ സാവകാശമുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ മണിക്കൂറുകളും ഇത്തരത്തിൽ വിവാദങ്ങളും അതിൻ്റെ സംവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം നിറയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെ പ്രതിരോധിക്കാൻ BJP-യും അതോടൊപ്പം തന്നെ CPM-ഉം കരുതിയിരുന്നേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടുകൂടിയാണ് കരിവന്നൂരും അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണ ഇടപാടുമെല്ലാം എങ്ങനെയാണ്, കൊടകര പണവുമെല്ലാം കുഴൽപ്പണവുമെല്ലാം എങ്ങനെയാണ് അതിനെ വലിയ ആരോപണങ്ങളായി സന്ദീപ് വാര്യർ ഉയർത്തുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതോടൊപ്പം CPM-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് BJP-യുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലിപ്പോൾ ലാവ്ലിൻ കേസ് മുതൽ ഇവിടെ കൊടകര കുഴൽപ്പണ കേസ് വരെയുള്ള കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. കരിവന്നൂർ കേസ് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ. പ്രസാദിലേക്ക് തിരികെ എത്താം. എന്തായാലും കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സന്ദീപ്. കള്ളപ്പണം, കരുവന്നൂർ കൊലപാതകം, കൊടകര, കെ സുരേന്ദ്രൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് സന്ദീപ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത കൂടിയാണ്. അവസാന ലാപ്പിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വക, സന്ദീപിൻ്റെ വക ഒരു ട്വിസ്റ്റ്. അതാണ് ഇന്ന് പാലക്കാട് കണ്ട കാഴ്ച.